അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം മുനീർ മേടയിലാണ്. അപ്പം നമ്മുടെ പല കസ്റ്റമറും നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ സ്ട്രോബെറി പിടിക്കും, നമ്മുടെ നാട്ടിൽ സ്ട്രോബെറി പിടിക്കും. ഇതിപ്പോൾ ഞങ്ങളുടെ അവിടെ 2ാം തവണയാണ് കായ്ക്കുന്നത്. ഉണ്ട് ശരിക്ക് കാവുണ്ട്, പൂവുണ്ട്. അപ്പോൾ ഇന്ന് ഇത് പറിക്കാറായി. അപ്പോൾ നല്ല വലിപ്പമുള്ള കാതിൻ്റെ വെക്കും. അപ്പം നമ്മുടെ കയ്യിൽ ഇതുപോലെ ഇഷ്ടംപോലെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പിടിച്ചെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളൊരു നേരെ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാനിത് പറിച്ച് കാണിച്ചു തരാം. അപ്പം ഒരു സ്ട്രോബെറി എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും തന്നെ വരും നമ്മുടെ കയ്യിൽ. നല്ല വലിപ്പമുള്ള സ്ട്രോബെറി തന്നെ, നല്ല ചുവപ്പാവുന്ന സ്ട്രോബെറി, അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ മെസ്സേജ് ഇട്ടാൽ മതി. നമുക്ക് ഇഷ്ടം പോലെ ബേബി പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല പൂക്കളോട് കൂടിയുള്ള ബേബി പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ പൂ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ബേബി പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. സ്ട്രോബെറി കൊണ്ട് പൂ പൊടിഞ്ഞു പോയ ഉടനെ എല്ലാം വരുന്നത് സ്ട്രോബെറി തന്നെ ആയിരിക്കും. ഇഷ്ടം പോലെ കായ്ക്കുകയും ചെയ്യും. നമുക്ക് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്കൊന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ശരിക്ക് പിടിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നല്ല വലിപ്പമുള്ള കായ്ക. താല്പര്യമുള്ളവർ നമുക്ക് നേരെ ഇട്ടാൽ മതി.